കേരളത്തിൻ്റെ പ്രശസ്തനായ പറവൂർഭരതൻ്റെ വീടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ വടക്കൻപുറയിലെ വാവക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തോടുകളാലും ജലാശയങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. പിന്നെ വാവക്കാട് നല്ല ഇവിടുത്തെ പ്രത്യേകതയാണ്, ഇവിടുത്തെ ജനങ്ങൾ തമ്മിലൊരു കൂട്ടായ്മകൾ, ഒരുപാട് കൂട്ടായ്മകളുള്ള സംഘങ്ങളും ക്ലബ്ബുകളൊക്കെ ഉള്ളൊരു നാടാണ് വാവക്കാട്. ഈ വാവക്കാടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാണ്. ഇവിടെ ഒരുപാട് കയർ തൊഴിലാളികളും സ്ത്രീകളും പുരുഷന്മാരും ഈ കയറുമായി ബന്ധപ്പെട്ട തൊഴിലേർപ്പെട്ട് ഉപജീവനം നടത്തിയിരുന്നതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളെല്ലാം പ്രത്യക്ഷമായി. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ തന്നെ കയറിന് വേണ്ടി പ്രത്യേക ഒരു പ്രൊജക്റ്റ് ഓഫീസുണ്ട്. അതിൻ്റെ കീഴിൽ വരുന്ന സർക്കാർ കയർ സംഘത്തിലുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഈ കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ഈ കയർ സംഘത്തിൽ പോയാലേ കാണുള്ളൂ. മറ്റുള്ള വീടുകളിലെല്ലാം നമുക്കിത് സുലഭമായൊരു കയറാട്ടുകളങ്ങളും കയറ് ഉണ്ടാക്കലും അതൊക്കെ ഇങ്ങനെ ഒരു മടൽ കുഴികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അപ്രത്യക്ഷമായി. ഇപ്പോൾ നമുക്ക് കയർ സംഘത്തിൽ മാത്രമാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സർക്കാരിൻ്റെ കയർ പ്രൊജക്റ്റ് ഓഫീസ്, വടക്കൻപുറയിൽ കയർ പ്രൊജക്റ്റ് ഓഫീസ് ഉണ്ട്. ഇതിപ്പോൾ അത്യാധുനികതയുള്ള സ്പിന്നിങ് മെഷീനാണ്. അതായത് നമ്മളിങ്ങനെ കയറിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറ സൈഡിൽ കയറായിട്ട് വരും. എന്നാലും അവിടെയുള്ള ആളുകൾ ഇപ്പോഴും കൈവിട്ടിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കയർ സംഘങ്ങളുടെ നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീലാണ് ചകിരിച്ചോറും. കാരണം ഞങ്ങളുടെ മാലിയങ്കര സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ ഒട്ടും തന്നെ ഇല്ല. പക്ഷെ അപ്പോഴും പാവക്കാട് ഇതൊക്കെ അവശേഷിക്കുന്നു എന്നുള്ളത് ആ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്, നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ ഇതിനൊക്കെ ഏർപ്പെടുന്ന തൊഴിലാളികൾ ആരും തന്നെ ഇല്ല. ഏകദേശം ഈ 2 ചേച്ചിമാരൊക്കെ ഉള്ളൂ ഈ തൊഴിലിൽ ഏർപ്പെടുന്നതുള്ളതൊരു സങ്കടകരമായൊരു കാര്യം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പഴയൊരു കാലത്തിലേക്കൊരു തിരിച്ചുപോക്കാണെന്നുള്ളൊരു തോന്നൽ വരും. ഇതൊക്കെ നിലനിൽക്കേണ്ടത് എന്താണ്? നമ്മളുടെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും അടുത്ത തലമുറയുടെയും ആവശ്യങ്ങളാണ്. ഈ വലിയ ജലാശയങ്ങൾ വലിയ വള്ളങ്ങളൊക്കെ വന്നിരുന്ന ജലാശയങ്ങളാണ്. ഇപ്പോൾ ഒന്നും തന്നെ ഇല്ലാണ്ട് അത് നിശബ്ദമായി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിക്ക് ഉപ്പുവെള്ളം വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. അവരുടേതായ രീതിയിലുള്ള കൃഷികളും കൃഷിക്കാഴ്ചകളും ഇവിടെ കാണാം. പിന്നെ അതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശാസ്താവിൻ്റെ അമ്പലം ഇവിടെ ഉണ്ട്.